സ്കൂൾ കലോത്സവങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് അനധികൃത പിരിവ് നടത്തുന്നതായി പരാതി. ജില്ലാതലം വരെയുള്ള മേള നടത്തിപ്പുകൾക്ക് പണം പിരിവെടുത്ത് സ്വയം ഫണ്ട് കണ്ടെത്തണമെന്ന സർക്കാർ നിർദ്ദേശമാണ് സംഘാടകരെ കുഴക്കുന്നത്. സർക്കാരിന്റെ ഈ തീരുമാനം ഇത്തവണ മേളകളുടെ മാറ്റ് കുറയ്ക്കുമെന്നാണ് അധ്യാപക സംഘടനകളുടെ ഉൾപ്പെടെ ആശങ്ക. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഉപജില്ലാ കലോത്സവം ഈ മാസം 30-ന് മുൻപും ജില്ലാ കലോത്സവം ജനുവരി 10-ന് മുൻപും പൂർത്തിയാക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതത് ജില്ലകൾക്ക് നൽകിയ നിർദ്ദേശം. കലോത്സവത്തിനുള്ള ഫണ്ട് സംഘാടകർ സ്വയം പിരിച്ചെടുക്കണമെന്നാണ് ഇത്തവണ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ജനുവരി 10-ന് മുൻപ് ജില്ലാ കലോത്സവങ്ങൾ പൂർത്തിയാക്കണമെന്നിരിക്കെ എങ്ങനെ തുക കണ്ടെത്തുമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് അധ്യാപക സംഘടനകൾ. സർക്കാരിന്റെ ഈ തീരുമാനം ഇത്തവണ മേളകളുടെ മാറ്റു കുറയ്ക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഫണ്ട് കണ്ടെത്താൻ ഇവർ പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് അധ്യാപകരുടെ കയ്യിൽ നിന്ന് പിരിക്കല. അതൊന്നും ശരിയല്ല ഒരിക്കലും. ഇതിന് മതിയായ ഫണ്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ നൽകിയേ മതിയാവൂ. ഫണ്ട് കണ്ടെത്താൻ പല സ്കൂളുകളിലും വിദ്യാർത്ഥികളിൽ നിന്ന് അനധികൃത പിരിവ് നടത്തുന്നതായും പരാതിയുണ്ട്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് പാടില്ലെന്ന് സർക്കാർ ഉത്തരവ് നിലനിൽക്കെ പല സ്കൂളുകളിലും വിദ്യാർത്ഥികളിൽ നിന്നും 50 മുതൽ 200 രൂപ വരെ പിരിച്ചെടുക്കുന്നുമുണ്ട്. മേള എടുക്കുന്നതോടെ ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ആശങ്കയിലാണ് അധ്യാപക സംഘടനകൾ. ജില്ലാതലം വരെയുള്ള കലാമേളകളുടെ നടത്തിപ്പ് അധ്യാപകരുടെ മാത്രം ആവശ്യമാണെന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഇടപെടൽ. പരിമിതികൾക്കുള്ളിൽ നിന്ന് അധ്യാപകർ സംഘടിപ്പിക്കുന്ന മേളയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാലും ആത്യന്തികമായ നഷ്ടം വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമായിരിക്കും. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.